എടാ നീ ലക്കി വല്ലതും വിളിച്ചിട്ടുണ്ടോ? അവളെന്താ പറഞ്ഞത്? ഒരു മിനിറ്റ്. സത്യല്ലേ, അവളില്ലാണ്ട് രസമല്ല. അവളുടെ ഒരു ഒടുക്കത്തെ മീറ്റിംഗ്. അവള് എത്താറായിണ്ടോ? ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വന്നല്ല ലക്കി വാ. എന്തോന്നറി 2 ദിവസം പറഞ്ഞ് പോയാണല്ലോ അവളുടെ ഒരു മീറ്റിംഗ്. അല്ല നീ അവിടുന്ന് ടാക്സിയിലല്ലേ ഇങ്ങോട്ട് വന്നത്? എന്നിട്ട് മട്ടും പാവൊക്കെ ഉണ്ടോ? ഞാൻ അവിടെ നടന്നു വരുന്ന പോലുണ്ടല്ലോ. എന്റെ മോനെ ഈ വെയിറ്റ് ഒക്കെ തൂക്കിട്ടല്ലേ വരുന്നത്. മനുഷ്യൻ ചാവാറായി. എന്താണ് ഇതെന്താണ്? അതൊക്കെ ഉണ്ട് മോനെ. The famous കോഴിക്കോടൻ chips. കായ വറുത്തത് വന്നേ, കായ വറുത്തത് വന്നേ. It's banana chip, not കായ വറുത്തത്. Hey man, I'm മലയാളം മീഡിയം. So yum. കഴിക്കി. Sam, take it. എന്ത് ടേസ്റ്റാടാ? ഇത് സാമ നീ എന്താ കഴിക്കാത്ത? ഞാൻ അത്ര ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല, അത്ര ഹെൽത്തി അല്ല. അവൾക്ക് ഇഷ്ടമായിട്ട് കൊണ്ടുവന്നല്ലേ, എടുക്ക്. അല്ല അവന് വേണ്ടെങ്കിൽ അവനെന്തിനാ നിർബന്ധിക്കുന്നത്? വെറുതെ ഷെയർ പറഞ്ഞു നമ്മുടെ. എടാ നീ കഴിക്കണ്ട. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇത്രയും ദൂരം ചുമന്നോണ്ട് വന്നതല്ലേ, ഒരെണ്ണം കഴിച്ചു നോക്ക്. കഴിക്കണം. എനിക്കതൊന്നും ഇഷ്ടമല്ല, എന്നാലും നീ പറഞ്ഞോണ്ട്. അവനെ ഇഷ്ടപ്പെടൂല അല്ലേ? ഇഷ്ടപ്പെടൂലെന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങോട്ട് പാസ്. എന്തോന്നത് ഒരു പട്ടിണിയാണെന്ന പിള്ളേരെ പോലെ. നീ അല്ലേ പറഞ്ഞത് നിനക്ക് ഇഷ്ടമല്ലെന്ന്? എനിക്കറിയാം ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂന്ന്. അത് കാരണം ഞാൻ 5 പാക്കറ്റ് കൊണ്ടുവന്നിട്ട് ശരിക്കും എന്റെ ഇങ്ങോട്ട് പോരട്ടെ, എന്റെ സ്വന്തം പോരട്ടെ. എന്റെ പാക്കറ്റ് അങ്ങനെയാണ്. ഇതാണ് ഇവന്റെ പാക്കറ്റ്. എനിക്ക് ഫ്രഷ് ആക്കുന്നതാ. അതിന്റെ എന്താ Oh my god. അളിയാ, നീ തീരുമാനിച്ച എന്ത്? വെയിൻ കട്ട് ചെയ്ത് ചാവാൻ? ഫോടാണ്. ഞാൻ ഈ ടാറ്റു ഒക്കെയാണ്. അമ്മയുടെ പേരല്ലേ? അത് കാണുമ്പോൾ ഒരു സുഖമല്ലടാ. കറക്റ്റ്. അത് പെട്ടെന്ന് അടുത്തുള്ളതായി തോന്നുന്നു. അല്ല, എന്താണ് പെട്ടെന്നൊരു അമ്മ സ്നേഹം? വേറൊന്നല്ലടാ, നീ കൈ നോക്കിയേ. ഇതിങ്ങനെ ഒഴിഞ്ഞടന്നിട്ട് എന്താ പോലെ ഇവിടെ ഒരു ടാറ്റു അടിക്കണം എന്നായിരിക്കും. അയ്യ, അതൊക്കെ ഭയങ്കര ബോറായി പോയാലോ? ഏയ് ബോറൊന്നാവൂല. അമ്മ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നുണ്ട്, സഹിക്കണം. അങ്ങനെ മനസ്സിലായി. മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായിന്ന്? എനിക്ക് വരണം. എന്താ കാര്യം? അവ പുതിയ ടാറ്റു അടിക്കാൻ പോവാ. മറ്റേ കയ്യിൽ ഒരു കയ്യിൽ അമ്മ, അപ്പൊ മറ്റേ കയ്യിൽ ആരാ? ആരാ? വേറെ ആരാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലോ അമ്മ കഴിഞ്ഞ പിന്നെ ആരാണ്? സാം എവിടെ പോടാ? അവൻ പറയണേ അമ്മയ്ക്കൊരു കൂട്ട് വേണം. അങ്ങനെ പറഞ്ഞ ഞാൻ മീനുനോട് പോയി വരട്ടെ, അവൾക്ക് സന്തോഷം. നീ പറഞ്ഞോ, പക്ഷെ അവളോട് അറിഞ്ഞായി ഭാവിക്കണ്ടെന്ന് പറഞ്ഞു. അവൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ വെച്ചാണെങ്കിലും എത്രയും പെട്ടെന്ന് ടാറ്റു അടിക്കാൻ ഒരു പേര് കണ്ടുപിടിക്കണം. മീനോ എന്താ പറയട്ടെ, എനിക്കെന്ത് സമാധാനക്കേട് പറയാണ്ട്. നീ പറ. നിനക്കൊരു സർപ്രൈസ് വരുന്നുണ്ട്, പക്ഷെ അറിഞ്ഞ ഭാവം നടിക്കരുത് കേട്ടാ. ഇല്ല, നീ കാര്യം പറ. അവിയില്ലേ ഇടത്തെ കയ്യിൽ ടാറ്റ് ചെയ്യാൻ പോണൂന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ? എടി പൊട്ടിക്കാളി, പിന്നെ അതല്ലേ പറഞ്ഞ സർപ്രൈസ് ആന്ന്. നിന്നോട് പറഞ്ഞ സർപ്രൈസ് ആന്ന്. അമ്മ വലത്തെ കയ്യിൽ ഒറ്റയ്ക്കാണെന്നും ഇടത്തെ കയ്യിൽ കൂട്ടിനൊരാള് വേണമെന്നും പറഞ്ഞു. അയ്യേ, ജാതി പോലുള്ള ഡയലോഗൊന്നും അവി പറയില്ല. അയ്യോ സത്യമായിട്ടും ഞാനും ഡേജും കൂടി ഇരിക്കുമ്പോഴാ പറഞ്ഞത് അവി. അമ്മ കഴിഞ്ഞാ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളെ ടാറ്റു ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്കൊക്കെ അറിയണ ആളാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരാ? ആണോ? അശേ പൈങ്കിളി പെണ്ണ്, ഇത് ഞാൻ അറിഞ്ഞതായിട്ട് കാണിക്കൊന്നും വേണ്ടാട്ടാ. എന്റെ സാമോനെ അതൊന്ന് മാറ്റി വെക്ക്. എപ്പ തുടങ്ങിയ തീറ്റാടാ? നിന്റെ വായ്ക്കൊരു റെസ്റ്റ് ഇട്ടിട്ടെ. എടാ, കുറെ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്, നീ ഒന്ന് മാറ്റി പിടിക്കുകയും ചെയ്. ഇവിടുത്തെ പോകുമ്പോ കഴിച്ചോ, നാണം കെടുത്താതാണ്. എന്താടാ സമയ കയ്യില്? എന്റെ പൊന്നു ചേച്ചി, നമ്മുടെ ലക്കി കോഴിക്കോട് നിന്ന് വരുമ്പോൾ കുറച്ച് കായ വറുത്ത് കൊണ്ടുവന്നു. അപ്പൊ തുടങ്ങിയ തീറ്റയാണ്.
ഇതിങ്ങനെ നെഞ്ചത്ത് പിടിച്ച് കങ്കാരുവിനെ പോലെ നടക്കുക. താഴത്തും വെക്കൂല, തീറ്റി നിർത്തൂല. അത്രയ്ക്ക് ടേസ്റ്റ് ആണോടാ? നോക്കട്ടെ, ഒരെണ്ണം തന്നെ. എടാ ഒരെണ്ണം കൊടുക്കടാ. താടാ. ചേച്ചി തീരാറായി. അതുപോലെ ഇത് കഴിച്ച കൊളസ്ട്രോൾ വരും. അതാ ഞാനങ്ങ് സഹിച്ച്. നീ ഒരെണ്ണം തന്നെ, ഞാൻ ഇത് നോക്കട്ടെ. പകുതിയാ. എന്ത് കൊള്ളാട്ടാ, നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലത്തെ അല്ല. സത്യം. എക്സ്ക്യൂസ് മീ, ഇപ്പൊ വരാട്ടാ. ചേച്ചി എന്താ വേണ്ട മോളെ? ഒരു കോഫി ഇപ്പൊ കൊണ്ടുവരാട്ടെ. എന്നെ നോക്കി ചിരിച്ചടാ. നിന്നെ ഓക്കെ അല്ല, എന്നെ ഓക്കെ ചിരിച്ചത്. നിന്റെ കണ്ണാടിയുടെ റിഫ്ലക്ഷൻ കാരണം നിന്നെ അവൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്താ കണ്ണ്. അപർണയുടെ എപ്പിസോഡ് ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ വേണോ? അത് ഞാൻ നോക്കിക്കോളാം. എടാ, ആ കുട്ടി കുറച്ച് പ്രൈവസി ആഗ്രഹിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്. നീ ഇപ്പം അങ്ങോട്ടേക്ക് സംസാരിക്കുന്ന ഒരു ബോറായിരിക്കും. ഈ മണ്ടൻ സിദ്ധാന്തം വെച്ച് നീ പോരാ നിറഞ്ഞ് നിൽക്കത്തേ ഉള്ളൂ. ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടൂല. വിഷ് മീ ലക്ക്. ഓക്കെ. എക്സ്ക്യൂസ് മീ. താങ്ക്സ് മാം. എന്ത് പറ്റിയത്? എന്ത് പറ്റി? ഇതെന്ത് പോക്കാണ്? പെൺകുട്ടികളായാലും ഇത്ര സ്പീഡ് പാടില്ല. നോ നോ. അവി നോക്കിയേ. എന്താണ് എന്താണ്? ഒന്നുമില്ല. നീ ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ? ഒരു പാട്ട് പാടിയാ? ഏ പാട്ട്? ഏതൊരു പാട്ട് ഇപ്പൊ ഓർക്കുന്നില്ല. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ട് അല്ലേ? ഉണ്ടല്ലേ? ആ. തോന്നി. എന്തിനാ ടെൻഷൻ? എടാ ആ എന്തോ എനിക്കറിയത്തില്ല, എന്തോ ഒരു ടെൻഷൻ. നീ എന്തൊക്കെയാ പറയണേ? അവന്മാരില്ലേ ഈ കാറ്ററിംഗ് നീഡിൽ വെച്ചായിരിക്കും അല്ലേ ഈ ടാറ്റു ചെയ്യുന്നത്? ആ ആയിരിക്കും. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ? എന്ത് കുഴപ്പം? അല്ല അപ്പൊ ഈ സൂചി ഇങ്ങനെ കുത്തി കുത്തി മഷി ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യായിരിക്കും. ഹലോ, നീ വല്ല ഡോക്യുമെന്ററി ചെയ്യാൻ പ്ലാൻ ചെയ്യണ്ട? ആ നല്ല പേടിയുണ്ട് അല്ലേ? ചെറുതായിട്ട്. എന്തിനാ പേടിക്കണേ? നീ ആ കയ്യിൽ ചെയ്തല്ലേ? ആ എടാ അതപ്പോ മറ്റേ മെച്ചൂരിറ്റി ഇല്ലാത്ത സമയത്ത് ചെയ്തപ്പോ ഒരു ആവശ്യം അങ്ങ് ചെയ്യാൻ പറ്റി. ഇതിപ്പോ മെച്ചൂരിറ്റി വന്നപ്പോ ഒരു പേടി. നീ എന്തൊക്കെ പറയണ്? എനിക്കും അറിയത്തില്ല, ഇടയ്ക്ക് ആലോചിച്ചിട്ട്. ബ്രോ നീയും വാ. നീ എന്താ കുസ്തി പിടിക്കാൻ പോവാ? നീ ഒന്ന് ഗുസ്തി പിടിക്കാൻ മാത്രമേ ഉള്ളൂ. വാടാ. ആ വരാ, നടക്ക്. ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. എല്ലാത്തിനും ലക്കി വേണം. ഞാൻ ഇല്ലാണ്ടായി എന്താ ചെയ്യവര്? അതെന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടാ, പേടിക്കണ്ട. ഞാനവിടെ ഉണ്ട്. ഇതെന്ത് കൈ തണുത്തിരിക്കണേ? ഒരു മിനിറ്റ്. അയ്യോ എം ഡി. ഹലോ സാർ. ഭയങ്കര തലവേദന സാർ, വയ്യ. ഉച്ചയ്ക്ക് ശേഷം വരാം സാർ. ആ അപ്പോഴേക്ക് ശരിയാവും. വേദന എടുക്കോ? കുറച്ച് ആശ്വാസം. കഴിഞ്ഞല്ലേ? പകുതിയായിരുന്നു. ഇനിയുണ്ടോ? എടാ അവി, ഇതൊരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? ഇത് സ്പെല്ലിംഗ് തെറ്റാ. ഓടാ സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് കറക്റ്റ് ആണല്ലോ. എടാ മീനാക്ഷിയുടെ പേരിൽ എവിടെയാടാ AR? മീനാക്ഷിയോ? എടാ ഞാൻ എന്റെ അച്ഛന്റെ പേരാണ് ടൈപ്പ് ചെയ്തത്. നീ അമ്മയുടെ അച്ഛനിവിടെ. എടാ നീയല്ലേ പറഞ്ഞ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരാള് വേണമെന്ന്? ഞാൻ എടാ അമ്മയ്ക്ക് കൂട്ടുള്ള അച്ഛൻ. അപ്പൊ അമ്മ കഴിഞ്ഞ ഏറ്റവും ഇഷ്ടമുള്ള ആളെന്ന് പറഞ്ഞ അച്ഛൻ. എന്താണ് കാര്യം? അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, സഹിക്കണല്ലോ. അങ്ങനെ മനസ്സിലായി.
അമ്മ കഴിഞ്ഞാ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളെ ടാറ്റു ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. അപ്പാരാ? എന്ത് പണ്ടാണ് അങ്ങനെ നേരത്തെ പറഞ്ഞ് തുറച്ചുകൂടായിരുന്ന? എനിക്കറിയാം നീ നിന്റെ അച്ഛന്റെ പേരിടാൻ പോണെന്ന്. അല്ല ഞാൻ എന്താ ചെയ്യണ്ടേ? എന്താ നിന്റെ അച്ഛന്റെ പേര്? അരവിന്ദ്. ആ, എന്തായാലും അര കഴിഞ്ഞു. നീ ബാക്കി ആരെയും കൂടി അടിച്ചോളാൻ പറ. അടിച്ചോ ഏട്ടാ. ഇന്നത്തെ കാര്യം എന്തായാലും കൂതാകാ.